യെസ്, ശ്രീ കെ യു ജനീഷ് കുമാർ. സാർ, ശബരിമലയിലെ സ്വർണം കട്ടവരെയും അത് വാങ്ങിയവരെയും അത് വാങ്ങാൻ ഇടനില നിന്ന UDF കൺവീനർ ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരെ സംരക്ഷിക്കാനുള്ള വലിയ വ്യഗ്രതയാണ് സാർ ഈ സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സാർ ഇവരുടെ ഈ തൊലിക്കട്ടി അപാരം തന്നെ സാർ. കാണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടിയാണ് സാർ ഇവർക്കുള്ളത്. സാർ, എന്റെ ചോദ്യം സാർ, ഇന്ന് നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ല സാർ. ഇന്ന് നമ്മുടെ നാട്ടിൽ ലോഡ് ഷെഡിംഗ് ഇല്ല സാർ. 10 വർഷം മുമ്പ് ഒരു ഇരുണ്ട കാലം കേരളത്തിലുണ്ടായിരുന്നു സാർ. ആ പവർ കട്ടുള്ള ലോഡ് ഷെഡിംഗ് ഉള്ള ഒരു ഇരുണ്ട കാലം, ആ ഇരുണ്ട കാലത്തെ മാറ്റിയെടുത്ത ഊർജരംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ഈ ഗവൺമെന്റിനെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു സാർ. പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒഴിവാക്കുന്നതിന് വേണ്ടി വൈദ്യുതി മേഖലയിൽ സ്വീകരിച്ച നടപടികൾ വിശദമാക്കാമോ എന്നതാണ് സാർ എന്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. എന്താ സാർ, ഒന്നും കേട്ടില്ല. പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടി സ്വീകരിച്ചു? പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചത്? പറഞ്ഞോട്ടെ. 2000 വൈദ്യുതി നിയമം 2003 സെക്ഷൻ 62 പ്രകാരം സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് നിശ്ചയിക്കുന്നതിനുള്ള അധികാരം വൈദ്യുതി പവർ കട്ടും ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ എന്താണ് നടപടി സ്വീകരിച്ചത്? സാർ, ഒരു മിനിറ്റ്. പത്ത് കൊല്ലമായും സാർ പവർ കട്ടില്ല. ഉൽപാദന മേഖലയിൽ 2160 മെഗാവാട്ട് ഉൽപാദനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് സാർ ഇത്. അതേപോലെ പകൽ സമയത്ത് ആദ്യമായി വൈദ്യുതിക്ക് ചാർജ് കമ്മിയാക്കിയത് കേരളത്തിലാണ്, ഇന്ത്യയിൽ തന്നെ സാർ. അതുകൊണ്ടാണ് സാർ ഈ വൈദ്യുതി ഉൽപാദന മേഖല, അതേ ഹൈഡ്രൽ പ്രോജക്റ്റ് 171 മെഗാവാട്ട് ഇപ്പോൾ പള്ളിവാസൽ 2-ാം തീയതി ഉദ്ഘാടനം നടത്താനും പോവുകയാണ്. അതുകൊണ്ടാണ് ഇത് നമുക്ക് കമ്മിയാക്കാൻ സാധിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ സാർ, വൈദ്യുതി മേഖലയിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സ്വീകരിച്ചിട്ടുള്ള നടപടികൾ വ്യക്തമാക്കാം. ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിക്കാൻ സാർ, ഞാൻ നേരത്തെ പറഞ്ഞു, സോളാറിൽ 2100 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. ഹൈഡ്രൽ പ്രോജക്റ്റുകളിൽ 171 മെഗാവാട്ട് ഉൽപ്പാദിപ്പിച്ചു. പള്ളിവാസൽ 2-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം നടത്താൻ പോവുകയാണ്.